എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ യാത്ര ഇന്ന് തുടങ്ങുകയാണ്. എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്കൊക്കെ സ്കൂൾ അവധിയായിരുന്നു. അപ്പോൾ എൻ്റെ പിള്ളേർക്കും സ്കൂൾ തുറക്കാറായി. ഒരാൾ 10ലും ഒരാൾ ഇനി +2-ലോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവന്മാർക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം, കുറേ ദിവസം കൊണ്ട് പറയുന്നു. അപ്പം ഒരുപാട് സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. പ്ലാനിങ്ങിന് എല്ലാം നടക്കും, എവിടെ വേണോ പോവാം. യഥാർത്ഥത്തിൽ വരുമ്പോൾ വലിയ യാത്രയൊന്നും നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വാഗമൺ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ കുടുംബസമേതമാണ് പോകണം കേട്ടോ. എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്തേ. എവിടെ പറ, എവിടെ പോണത്? അത് കുഴപ്പമില്ല, മനസ്സിലാൻ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഉണ്ട് കേട്ടോ, കുടുംബസമേതമുണ്ട്. ബാക്കി ഇരിക്കുന്നത് 2 എൻ്റെ പ്രോഡക്റ്റും 1 കണ്ണൻ്റെ ചേച്ചിയുടെ പ്രോഡക്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഹായ് പറയടേ, അനങ്ങിയിരിക്കാതെ. പാച്ചുണ്ട്, മാമിയുണ്ട്. മാമിക്ക് ഭയങ്കര ആഗ്രഹം സുമ ചേച്ചിയുടെ വീട്ടിൽ പോകണമെന്ന്. കാര്യം നമ്മളെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്നു. അവിടെ ഗവൺമെൻറ്, 2 പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പം അവർക്ക് ഇവിടെ വീടുണ്ട്, അവർ കാഞ്ഞിരപ്പള്ളിയിലും വീടുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് രാത്രി നമ്മൾ അവിടെ സ്റ്റേ എടുത്തിട്ട് നാളെ രാവിലെ വാഗമൺ പോകാനായിട്ടാണ് പ്ലാനിങ്. അപ്പോൾ ഇത് മാമിയുടെ തൊട്ടിപ്പുറത്തിരിക്കുന്നത് എൻ്റെ ഭാര്യയാണ് അഞ്ജു. ഞാൻ 1-2 വീഡിയോ കണ്ടിട്ടുണ്ട്. അങ്ങ് അറ്റം ഇരിക്കുന്നത് എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അഞ്ജുവിൻ്റെ അനിയത്തി. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന കണ്ണൻ്റെ ഭാര്യ. നമ്മൾ പട്ടം കഴിഞ്ഞു കേട്ടോ, തിരുവനന്തപുരം പട്ടം കഴിഞ്ഞു. ഇനി നേരെ കേശവാസവരം വഴി, അല്ല പട്ടം എത്താറായി, കവടിയാറ് കഴിഞ്ഞു, പട്ടം എത്താറായി. ഇനി കേശവാസവരം വഴി അങ്ങ് വിടും. ഏതാണ്ട് വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി സുമചേച്ചിയുടെ വീട്ടിൽ എത്തണമെന്നാണ് പ്ലാന്. അതിനിടയ്ക്ക് വെച്ച് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് പോകാം. എന്താ മക്കളെ, നീ എന്ത് പറയണമെങ്കിലും സൗണ്ടിൽ പറയണം. നീ മൈക്ക് ചോദിച്ച് വാങ്ങിച്ചതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മൈക്ക് തിരിച്ചു വാങ്ങിക്കും. പറയണൊക്കെ ഉറച്ച് സൗണ്ടിൽ പറയണം, എങ്കിലേ കേൾക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ വീഡിയോയ്ക്ക് സൗണ്ട് ക്ലാരിറ്റി പോരാ എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിലെങ്കിലും കറക്റ്റ് ആക്കും കേട്ടോ. നമ്മൾ പട്ടം ജംഗ്ഷൻ എത്തി കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും, അറിഞ്ഞൂടാത്തവർക്ക് ഇതാണ് പട്ടം ജംഗ്ഷൻ കേട്ടോ. PSC ഓഫീസൊക്കെ ഇവിടെ അടുത്താണ് കേട്ടോ. PSC ഓഫീസ്, SUT ഹോസ്പിറ്റല് എല്ലാം. പിന്നെ മറുനാടൻ മലയാളി പുള്ളിയുടെ ഓഫീസ്, വാർത്താ ചാനലുണ്ടല്ലോ. ഇതാണ് പട്ടം ജംഗ്ഷൻ. നേരെ പോകുന്നത് സ്ട്രൈറ്റായിട്ട് പോകുന്ന പിടിക്കോളയോ. നമുക്ക് റൈറ്റ് പോകണം. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെഞ്ഞാറം മൂടുള്ള ഇന്ത്യൻ കോഫി ഹൗസ് കയറാം കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ ഞാനും ബീച്ചറിൻ്റെയൊക്കെ ഷൂട്ടിന് പോകുമ്പോഴും ഇവിടെയാണ് കയറാറ്. നല്ല ഫുഡാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് ചേട്ടൻ ചോദിക്കാം. എന്തൊക്കെ ഉണ്ട് ചേട്ടാ? മസാല ദോശ, നെയ് റോസ്റ്റ്, പൂരി, ചപ്പാത്തി, മസാല ദോശ, പൂരി, നെയ് റോസ്റ്റ് എല്ലാം ഉണ്ട്. നിങ്ങൾ ഓർഡർ എന്ന് പറഞ്ഞത് 2 പേർക്ക്, അവർക്ക് 2 പേർക്ക് നെയ് റോസ്റ്റ്, ചപ്പാത്തിയാ? മസാല ദോശ. അവിടെ ഒതുങ്ങിയിരിക്കുകയാണ്. കാര്യം ടീനേജിലേക്ക് വരുന്നതുകൊണ്ട് അവർ അങ്ങ് ഉള്ളുവലിഞ്ഞിരിക്കുകയാണ്. നെയ് റോസ്റ്റ്, മസാല ദോശ അല്ല. അപ്പോൾ അവിടെ എനിക്കൊരു മസാല ദോശ, നിനക്കെന്താടാ? മസാല ദോശ. അപ്പോൾ എല്ലാവർക്കും ചേട്ടാ പറയാം. മൈക്ക് വെച്ചോ. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോൾ നോക്കിയാലും കമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഇതാ വീഡിയോ കണ്ട പാച്ചു. അമ്മ നിന്റെ
അമ്മ പറഞ്ഞില്ലേ അമ്മ 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 സ്നേഹം ഭയങ്കര പിള്ളേരാകുമ്പോ അങ്ങനെ തന്നെ അല്ലേ. ചപ്പാത്തി 2 എണ്ണം പോരെ? ഇത് മമ്മൂമ്മയ്ക്ക് മസാല ശരി ആ കൊണ്ടുവന്ന ഉടനെ സൈഡ് മടക്കണം. അല്ലെങ്കിൽ അമ്മയ്ക്ക് തുടങ്ങിയല്ലോ. ഭയങ്കര മസാല ദോശയാണോ? ഇത് മസാല ദോശയാണോ? നമ്മളങ്ങനെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. ചെറിയ ചെറിയ എന്തിനാണ് മാമി തുടങ്ങിയില്ല. മാമി അതിനു മുമ്പ് അന്താക്ഷരി കളിക്കാൻ ഞാൻ പറയണതിന് മുമ്പ് മാമി തുടങ്ങിയിട്ട്. മാമി തുടങ്ങിക്കോ നോക്കിട്ട്. മാമി തുടങ്ങാം. അഞ്ചു ടീമാണ്. രാജഹംസമേ പാട്. ഞാനൊന്ന് നോക്കിക്കോട്ടെ. അതങ്ങനെ നോക്കിയൊന്നും പാടാൻ പറ്റൂല. പിന്നെ പാടങ്ങോട്ടെ. ഞാൻ തുടങ്ങി. ഞാൻ നിന്റെ ടീമല്ല. ഇനി ഞാൻ എതിർ ടീമാണ്. തോറ്റാ എനിക്കൊന്നും ഓർമ്മ കിട്ടണില്ല. ഞാൻ അടിക്കുന്നു ബിനുവിന്റെ ടീമിലേക്ക്. അതിന് കാര്യമില്ല. അങ്ങനെയൊക്കെ നോക്കിയപ്പോ രാജാവിൻ പാർവൈ റാണിയൻ പക്കം അത്രേ ഉള്ളു. ഇവിടെ 3 വരി പാടിക്കൊണ്ടിരുന്ന എല്ലാരും പാടി തന്നെ. 3 പ്രാവശ്യം പക്കം പക്കം പക്കം. അതും പോയി. പാസ്. പഠിക്കോ. ബാക്കി 3 പേര് പാടണല്ല. അതങ്ങനെ സി ആവും. അഞ്ചിനറിയാമോ? അഞ്ചേച്ചിയുടെ ടീമാണേ. നോക്കാൻ പറ്റൂല. നമ്മളുടെ മാമി എല്ലാ ടീമും. ഞാൻ ശ്രീകുട്ടൻ. അല്ല അഞ്ചു അല്ല. അഞ്ചു ഏതാ ടീം? അഞ്ചേച്ചി, മാമി, ശ്രീ, വാവച്ചി. ഞാൻ ചായയൊക്കെ വരുമ്പോ ഞാൻ പാടാം. പിന്നെ ഹരിക്കുട്ടൻ. അഞ്ചുവല്ല നേരത്തെ രാക്കി പാടിയത്. ഞാൻ പാടിയത് 5 കൊല്ലം പാടേണ്ട. നീ ഒന്നും പാടാനായിരുന്നു. മാമി ആർക്കും വിട്ടുകൊടുക്കണില്ലല്ലോ. ചാടിക്കാരല്ലേ എല്ലാവർക്കും. അത് നമ്മളെ ടീമിൽ നീയല്ലേ പാടേണ്ടത്. എവളോടും പാടാ. അങ്ങനെയൊന്നും ഇല്ല. സാഗരങ്ങളെ പാടിയുണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ. പിന്നെ മനോഹരമായുള്ള ചിത്തിരമാസമണിഞ്ഞിതു ഭംഗിയിൽ
ആഞ്ഞുതേന്മാവിന്റെ കൊമ്പ് ആ ആ വെച്ചിട്ട് ആര് ആര് പാടത് ഏത് ടീം പാടും? ഞാൻ മാമിയുടെ ടീമല്ലേ പാട്ടും പടം ആയാ എന്ത് വേണമെങ്കിലും പാടും. ആയിരം പാദസ്വരങ്ങൾക്കിലും ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. ആനന്ദന്റെ വില്ലൊടിച്ചു മന്ദാരമലർ കൊണ്ടു ശാരം എനിക്കൊന്നും പാട് അഞ്ചേച്ചി ബാക്കിൽ പാടുന്ന അമ്മ ഇവിടെ മത്സരിച്ച് നമ്മള് ആയാണ് അടുത്ത അക്ഷരം. പക്ഷെ ഇവിടെ വാവച്ച് കിടന്നിട്ട് അവക്ക് ചാ വേണം. അതുകൊണ്ട് ചായയിൽ വിട്ടു കൊടുക്കണം. പാട് പാട്. ചെമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പല കൂട്ടുന്നതാര്? ചെമ്പരത്തി കമ്പുകൊണ്ട് അമ്പുകുലക്കണതാര്? അങ്ങു തൊട്ടേ ഇങ്ങു തൊട്ടേ അക്കുത്തിക്ക് തൊടുമായ പൂവെളിച്ചം ചാരിവര മമലയാടുന്ന കണ്ണേ ചന്ദ്രകുടഞ്ഞേ പോയത് മൂന്നാമത്തെ അക്ഷരമാണ്. ഇപ്പൊ കാ. പെണ്ണിൻ മനസ്സിലെ തൂവെണ്ണക്കിണ്ണം കാണാനാ ആരാരും മതിയല്ലോ. അതെ ഒറ്റയ്ക്ക് ബാക്കി നിനക്ക് പാടിക്കൂടെ? ഞാൻ പാടും. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ? കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. അവസാനം ഞങ്ങളാണോ? നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. ചൊല്ലേണ്ടോ അല്ലേ? നമ്മളല്ലേ പാടാരെങ്കിലും താളവും ബോധമൊക്കെ ഉള്ള എന്റെ മാമി. പാടട്ടാ. പാട്. ചാഞ്ചാടിയാടി ഉറങ്ങുനി ചരിഞ്ഞാടിയാടി ഉറങ്ങുനി ആകാശത്തു ഞാടാട് നീ കാണാക്കിന കണ്ണുറങ്ങുനി. നമ്മളല്ലേ? നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ നീട്ടി കണിക്കൊന്നു പൂമണിക്കമലണിയും ഉലയേലകര കസവും കൊണ്ടൊടുത്തും പുഴയെന്നൊരു നാടൻ പെണ്ണായോ ഇവിടെ ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലോ. പാതിരാപ്പൂച്ചോടി വാലിട്ടു കണ്ണെഴുതി പാതിരാ മുറ്റത്തു നീ വന്നല്ലോ പൂത്തുമ്പി. മാമി എന്ത് പാട്ട് പാടാത്ത? നമ്മളാണാ പൂമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ചെറുപ്പക്കാരി ചായല്ലേ? നമ്മളല്ലേ നിങ്ങളാണ്. സമയല്ല. ചന്ദമാമ ചന്ദ്രകാന്ത കൽപ്പടവിൽ വാവാ ഇന്ദ്രനീലത്തിരമാലകളിൽ നീരാടാൻ വാവാ. വാവാ താമര പെണ്ണേ നീ. ഞങ്ങളാണ്. സോറി ഞാൻ മറന്നുപോയി. പാട്. പ്രധാനപ്പെട്ട പാട്ട്.
സന്ധ്യ പോകെ അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാലൊച്ച കേട്ടു മധുരമാലൊച്ച കേട്ടു. നമ്മളാ എന്ത് ശ്രീ പാട്ട് പാടാത്ത കിഴക്കോട്ടെ കാവേരി വെള്ളം പടിഞ്ഞാട്ടെ സൗണ്ട് കാട്ടുകൂടാട്ടാ. കാറ്റിനെതിരെ ഒഴുക്കിനെതിരെ തുഴഞ്ഞാലോ ഇതിന്റെ ആദ്യത്തെ അക്ഷരം വേണം നിങ്ങൾ തായ മണ്ണിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് കട്ടുറുമ്പിന് കല്യാണം പൊട്ടുകുത്തണ ചെമ്മാനം പട്ടച്ചട്ടിയ പാപ്പാത്തി പാട്ടൊരുക്ക് കെട്ടിലമ്മയ്ക്ക് മിണ്ടാട്ടം കട്ടെടുക്കണ താമ്പോലം പുത്തനച്ച് വരും നേരം പൂവിരിക്ക് അവയ്ക്കും വെണ്ണിൽ തോകിയ സിന്ദൂരം കനകനിലാവിൽ ചാലിച്ചെഴുതിയ ബാറ്ററി കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ എന്തോന്നു ചിത്രം അത് കണ്ടോ, അതോ കാണുന്നതാണ് ജടായു പാറ. നമ്മളിപ്പം അതുവഴിയാണ് പോകുന്നത്. ഇപ്പം എന്തായിരുന്നാലും ജടായു പാറയെ കയറാൻ പോകുന്നില്ല, നമുക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് നമ്മൾ കോട്ടയത്തിന് വെച്ച് പിടിക്കുകയാണ്. കോട്ടയത്തിന് മറ്റേ മാംഗ്രൂസ് എന്തോടാ അത്, മഡോസ്, മാംഗോ മഡോസ് എന്നുള്ള സ്ഥലത്ത് പോകാനായിട്ടാണ് പിള്ളേർക്കെല്ലാം ആഗ്രഹം. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അതുവഴി നാളെ വാഗമണ്ണ് പോവുള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് നോക്കട്ടെ, അവിടെ ഓടിയെത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അങ്ങനെ പോവുകയാണ്. പാച്ചി ഡീസൽ അടിക്കേണ്ട പൈസ ഉണ്ട്. വാവച്ചിയുടെ വക 1000 രൂപ ഡീസൽ അടിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ വാവച്ചിക്ക് വിഷുക്കൈ നീട്ടം കിട്ടിയ പൈസയാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ചച്ച ഡീസൽ അടിക്കേണ്ട പൈസ 1000 രൂപ ഞാൻ തരും. ശരി, ഓക്കെ. അപ്പോൾ അങ്ങനെ വാവച്ചി അത് കൈ വെച്ചിട്ടാണ്. വാവച്ചിയുടെ പൈസയ്ക്ക് വേണം ഡീസൽ അടിക്കാൻ. കാര്യം വാവച്ചിയാണ് എല്ലാവരെയും കൊണ്ടുപോകുന്നത് ഡീസൽ അടിച്ച്. അല്ലേ അല്ലേ മക്കളെ? അറിഞ്ഞൂടാ എന്ത്? നീ അല്ലേ ഡീസൽ അടിക്കാൻ പൈസ തരണത്, പിന്നെന്ത്? അപ്പം നീ എന്നെ കൊണ്ടുപോകണേ. ആ ഓക്കെ. വണ്ടി ഓട്ടിക്കണ അച്ഛനായിരുന്നാലും ഡീസൽ വണ്ടിക്ക് ഡീസൽ ഒഴിക്കണമല്ലോ, എങ്കിലല്ലേ ഓടുകയുള്ളൂ. ആ നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് റാന്നിയിലെത്തി. റാന്നി എന്ന് പറയുമ്പോൾ എൻ്റെ വലിയച്ഛൻ്റെ മോള്, എൻ്റെ അനിയത്തി ഇവിടെയാണ് താമസിക്കുന്നത്. ഇത് എല്ലാ ഫ്രെയിമിലും കാണും. ബോബനി മോളിൽ ഒരു പട്ടി വന്ന് നിൽക്കുമല്ലോ അതിൻ്റെ ഇടയിൽ, അതുപോലെ ഇതെല്ലാ ഫ്രെയിമിലും ഇത് ചാടിക്കയറി അങ്ങ് നിന്നോളൂ. അപ്പം നമ്മൾ അളിയനെ പരിചയപ്പെടുത്താം. വാ. ഓ, ഇതാണ് എൻ്റെ അളിയൻ, മഞ്ജുവിൻ്റെ ഭർത്താവ്. അളിയ പേര് പറഞ്ഞോളൂ. ഷിജു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയാൽ അപ്പോൾ പറയും അളിയ പേര് പോലും അറിഞ്ഞൂടെ ചോദിക്കും. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും വരാറുള്ളൂ. ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇവിടെ ഏതാണ്ട് 4 വർഷമായി. അപ്പോൾ അതിൻ്റെ പരിഭവങ്ങളൊക്കെ അവിടെ അനിയത്തി കാണിച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. ഞാൻ അനിയത്തിയും മക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാം. വാ. വാ എനിക്ക് അയ്യോ ഇതാണ് എൻ്റെ അനിയത്തി മഞ്ജു. ഇങ്ങോട്ട് നോക്ക്. ഇതാണ് എൻ്റെ അനിയത്തി മഞ്ജു കേട്ടാ. മഞ്ജുൻ്റെ ഇത് മഞ്ജുൻ്റെ അമ്മ കേട്ടാ, വലിയമ്മ കേട്ടോ. ഇതാണ് മോളിപ്പോൾ BSc കഴിഞ്ഞിട്ട് ഇരിക്കുന്നല്ലേ. ആ പേര് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. തെറ്റിയാൽ അത് പിന്നെ വലിയ വിഷയമാവും. മോടെടാ അതെവിടെ എവിടെ പോയി? ചുമ്മാ ഇരുന്നതാ, ഇത് ഇടാൻ വേണ്ടി, യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട്. ചേട്ടാ പ്ലീസ്, അവളെ ബീച്ചേട്ടൻ പറഞ്ഞല്ലേ എൻ്റെ മുഖം കാണിക്കല്ലേ, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവളെ മുഖം കാണിക്കരുതേ പ്ലീസ്, ഇവരെ മുഖം കാണിക്കരുതേ പ്ലീസ്. അപ്പോൾ മോനെ ഞാൻ വരുന്ന വഴിക്ക് പരിചയപ്പെടും. ഇവിടെ വന്നതിന് ശേഷമാണ് പിള്ളേർക്ക് ആറ്റിൽ പോകണം, ചാടണമെന്ന്. അപ്പം പമ്പയാർ ഇവിടെ അടുത്താണ്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് ബാക്കി. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഒരാളെ കൂടെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ
മരുമകൻ അനന്തരവൻ അനുരാഗ് എന്നാണ് പേര്. അനു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ആ അങ്ങനെ വിളിക്കും. അപ്പോൾ എല്ലാവരും കൂടെ പോവേണം കേട്ടോ. ലൈൻ പിടിച്ചോ, ലൈൻ പിടിച്ച്. ഉപ്പുമുളകില്ലേ ബാലുവല്ല, ബാലുവിന്റെ അനിയനായിട്ടാണ്. അനിയനല്ലേ? അനിയനാണ്, സ്വന്തം അനിയനാ. കണ്ടു കിട്ടിയപ്പോ വർത്താനം പറഞ്ഞേക്കല്ലേ. പിന്നല്ലാതെ അത്രേ ഉള്ളൂ. ഞങ്ങളുടെ പിള്ളേർക്ക് ഉപ്പുമുളക് മാത്രം മതി. വലിയ ഇഷ്ടമാണ്. കൊച്ചു പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടം. അവന് എട്ടില്ല, എന്നാലും കുഞ്ഞിനായ മുതൽ അവന് ഇഷ്ടമാണ്. ഒരു മിനിറ്റ്. രാവിലെ തൊട്ട് 3 ക്ലിയർ ആയില്ല, വെയിലായി. അപ്പോൾ ഞാൻ തള്ളത്തോട്ട് നമ്മൾ ആറ്റിലെത്തി കേട്ടോ. ആറ്റെന്നൊരു ആറെന്ന് പറഞ്ഞാൽ നല്ല നീളമുണ്ട്, വലിയ ഒഴുക്കൊന്നുമില്ല. അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒഴുക്കാണ്. അപ്പം ഇവിടെ കൂടെ കുറച്ച് ദൂരം നടന്നിട്ട് ഇവിടെ നിന്ന് പിള്ളേർക്ക് കുളിക്കാം. അപ്പോൾ ഇത് നല്ലൊരു സൗകര്യമായി കുളിക്കാനായിട്ട്. ഇത്തിരി ഒഴുക്കുകൊണ്ട് കുളിക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്ന് വെച്ചാൽ ഇവിടെ സ്ഥിരമായിട്ട് കുളിക്കുന്ന പെണ്ണുങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ശരിയല്ലെന്നല്ല, ഒട്ടും ഇതല്ല. അതുകൊണ്ട് നമ്മൾ മാറി നിന്ന് ഇങ്ങോട്ടുള്ള നല്ല രസമാണ് കേട്ടെ. പമ്പയാറാണ്, പമ്പയാർ. പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കുളിക്കാനൊക്കെ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴല്ലേ കിട്ടുകയുള്ളൂ. അവരൊക്കെ എൻജോയ് ചെയ്യട്ടെ. അതെ, മണ്ണ് മാത്രമല്ല ചെളിയുണ്ടല്ലേ അവിടെ? മണ്ണാ? കുളിച്ചോ. അങ്ങോട്ട് നീന്ത്, ഫ്രണ്ടിലോട്ട് നീന്ത്. അത് കുഴപ്പമില്ല, നീ നീന്ത്. അത്രയും നീന്താനാണ് എൻ്റെ മോൻ നീന്താൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അത്രയും നീന്തിയപ്പം അവന് മതിയായി. അത്രേ ഉള്ളൂ. അങ്ങോട്ട് ഒരുപാട് ആഴമാണ്. അങ്ങോട്ട് ഭയങ്കര ആഴമാണ്. അവിടേക്ക് അച്ഛനെ പോകാൻ പറ്റുള്ളൂ, നിങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. അച്ഛനപ്പുറം ഇപ്പുറം വേണമെങ്കിൽ 10 പ്രാവശ്യം അങ്ങോട്ടും അടിക്കണോ? ആ, ഇപ്പോൾ എല്ലാവരും നല്ല ആസ്വദിച്ച് കുളിക്കുകയാണേ. അത് കണ്ടപ്പം പാച്ചുവിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം, പാച്ചുവിനെ കുളിപ്പിച്ചില്ല എന്ന്. അപ്പം ഞാൻ ചോദിച്ചു കുളിപ്പിക്കണമെന്ന് ചോദിച്ചില്ല. ഇവിടെ കുളിപ്പിക്കണം, പമ്പയാറല്ലേ. മേളിൽ നിന്ന് ശബരിമലയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ഈ ആറ്. ശബരിമല കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് കടലിലോട്ട് പോകും. അപ്പം എന്തായിരുന്നാലും പാച്ചുവിനെ ഞാൻ ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അത് ഭാഗ്യവാനാണ് കേട്ടോ. ആദ്യമായിട്ട് ആറ്റി കുളിക്കുന്ന പമ്പയാറിൽ. എടാ ഭാഗ്യവാന്, നീ കൊള്ളാലോ. കുളിപ്പിക്കാം കേട്ടോ. ശരി. നമ്മൾ പാച്ചുവിനെ ഒന്ന് നല്ല തണുത്ത വെള്ളം. ചേച്ചിമാരെയൊക്കെ കുളിക്കുന്നുണ്ടോ? ചേട്ടന്മാര് ചേച്ചിമാര് എല്ലാം കുളിക്കുന്നുണ്ട്. എന്താ? അയ്യോ കരയണേട്ടാ. അവന്മാരവിടെ അറുമാദിക്കുന്നു. വെള്ളത്തിൽ കാണുന്നപ്പോൾ കരയുന്നു. അവിടെ അർമാദം. ഭയങ്കര സെൻസിറ്റീവാണ്. ഇങ്ങനെ പിടിച്ചാണ് അവിടെ കരഞ്ഞു. അടിപൊളി കുളിയായിരുന്നു കേട്ടോ. എല്ലാവരും ആസ്വദിച്ച് കുളിച്ചു. അതാ പറഞ്ഞു ബോബനും മോളിയിലെ ആള് ഓടിപ്പോയി. അതുകൊണ്ട് എല്ലാവരും കുളിച്ച് റെഡി ആയിട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു കുളിയൊക്കെ? അടിപൊളി. അപ്പം ഇനി
പോട്ടെ ചായയും കടിയും ഒരുപാട് നീന്തി തളർന്നുപോയി ചുമ്മാ വാ മൂക്കിന് മൊത്തം വെള്ളമായി ഏ മൂക്കില് മൊത്തം വെള്ളമായി എന്തിനു മൂക്കിന് പോലെ വായി കൂടെ കുടിക്കാൻ തീ മുക്കി തന്നു ആണോ ആ അതൊക്കെ അങ്ങനെ തന്നെ എപ്പോഴും വെള്ളത്തിൽ ആ ആ ഒരു വലിയ ചക്ക കറക്കറ നിൽക്കുന്നുണ്ടോ? അടക്കട്ടാ വിളഞ്ഞ് മതിയിട്ട് നിൽക്കുകയാണ്. അടക്കട്ടാ മഞ്ഞായിരിക്കും അടക്ക. നല്ല കണ്ടപ്പം കൊതിയാണ്. മാമി കൊതി വന്ന ഇപ്പം അടക്കും. ആരെ വീട്ടിലായിരുന്നു നമുക്ക് വീട്ടിലല്ല ഇരിക്കുന്നത്, വിളയിലല്ലേ ഇരിക്കുന്നത്. ഇവിടെ ആളേക്ക് ഇരിക്കാൻ സ്ഥലമില്ല. എന്നിട്ടാണ് പിന്നെ അവള് ആ കവർ എടുക്കണോ? അല്ല അവള് പറഞ്ഞു ചക്ക കൊണ്ടുപോയി മഞ്ജു അതുകൊണ്ട് അവിടെ അടത്ത് വെച്ചിക്കണമെന്ന് വരിക ചക്ക അടയ്ക്കപ്പുറത്ത്. ഓ ആ എടേ എങ്ങനെയെങ്കിലും എടുത്ത് ഇടിയും പിള്ളേരായിരുന്നു അതിനകത്ത്. നമ്മളിവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചായ കുടിച്ചോട്ടാ. ചായ കേക്ക് അത് ഇത് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ചതിന് ശേഷം ഇവിടെ റംബൂട്ടാനുണ്ട്. റംബൂട്ട ഉള്ള കാര്യം പിള്ളേർക്ക് പോലും അറിഞ്ഞൂടാ. കാര്യം സൈഡിലാണ് നിൽക്കുന്നത്. നമ്മളിങ്ങനെ വണ്ടി ഇവിടെ കയറ്റിയിട്ട് ഫ്രണ്ടിൽ നിന്ന് ഇവിടെ ഫ്രണ്ടിൽ കൂടെ അങ്ങ് കയറി. അപ്പോൾ നമ്മളെ പിള്ളേർക്ക് പോലും അറിഞ്ഞൂടാ. അപ്പോൾ ഇനി നമ്മൾ കൊണ്ടുപോകാണ്. അവന്മാരെ ഞാൻ പറഞ്ഞു റംബൂട്ടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആണോ എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അളിയൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു അളിയ ഇങ്ങോട്ട് ഒരു തോട്ട വേണമെന്ന്. ആദ്യം തോട്ട വേണമെന്ന് പറഞ്ഞാൽ അളിയൻ പറഞ്ഞു ഇവിടെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ, തോട്ടയൊക്കെ എന്തിനാണെന്ന്. പുള്ളി വിചാരിച്ചെന്ന് അറിയാമോ മറ്റേ വെടിക്ക് പോയിക്കില്ലേ തോട്ട. ഞാൻ പറഞ്ഞ് അപ്പാട്ട് ഞാൻ ചോദിച്ചു അല്ല ഒരു കമ്പ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അയ്യോ അത് തോട്ടി. അങ്ങനെ അളിയ ഉണ്ടാക്കി തന്ന തോട്ടിയാണ് ഇത്. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം. 2 ആണി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിത് കൊണ്ട് മുകളിലോട്ട് പോവാം, റംബൂട്ടാൻ പറിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് റംബൂട്ടാൻ അടുത്തെന്ന് വെച്ചാൽ ഇങ്ങനെ പറിച്ച് കഴിക്കുന്നത്. ഇവിടെ ഇതിന് മുമ്പ് വന്നപ്പം ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ റംബൂട്ടാൻ ഇല്ല കേട്ടോ. വാ 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 എല്ലാവരും കൂടെ പോവാം. വരിയാന്ന് പോവാണ്. ഇവിടെ മഞ്ജുനെ വിളി. ഇത് കണ്ട ആടി വാടാ. ഇത് കണ്ട അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. കണ്ട കണ്ട് ആദ്യം നമുക്ക് ഒരെണ്ണം പറിച്ച് കഴിച്ചു നോക്കാം. എൻ്റെ മാമിക്ക് റംബൂട്ടാൻ ഇഷ്ടമല്ല, ചക്ക ഇഷ്ടമാണ്. അതുകൊണ്ട് കണ്ട ഇത് പഴുത്തില്ല. മാമി സ്വഭാവം എന്ത് കണ്ടാലും ആദ്യം നെഗറ്റീവ്. പിന്നെ നമ്മൾ വിട്ട് തോന്നിക്കാണ്. ആ വലിയ കൂടെയും കൊണ്ടത് ഒന്നും കിട്ടിയത് ഒന്നും പറിച്ച് തുടങ്ങിയില്ലല്ലോ. എന്താടോ മഞ്ജു കഴിക്കേ ആദ്യം. അളിയോ തമ്പിളിയോ തമ്പിളിയോ അല്ലെങ്കിലും താഴോട്ട് പോവളിയോ. എടുക്കാം അതെടുക്കാം. ആവശ്യമുള്ളത് പറിച്ച് കഴിച്ചോളണം. വേണ്ട അല്ല വേണ്ട പഴുത്തതാ ഉണ്ട്. അതുകൊണ്ട് താണ്ട് ഇന്നൊരു 5 കിലോ പറിച്ച് കൊണ്ടുപോകും നമ്മൾ. ഇവിടെ ഇവർ വേറൊരു പ്രത്യേകതയാണ് അറിയാമോ, പിന്നെ നെറ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഒരുപാട് വീടുകളിലെ. അപ്പോൾ ഞാൻ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ അവർ വിൽക്കുന്നതാണ്, ഇവർ വിൽക്കത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അവരുടെ നീ എന്ത് വിൽക്കാതെ നല്ല പൈസ ആണല്ലോ. ഇല്ല ഏട്ടാ അത് നമുക്കും കഴിച്ചിട്ട് ബാക്കി കിളിയേക്കും ചുറ്റുമുള്ളവരൊക്കെ ഒന്ന് എടുത്തോണ്ട് പോകും, അതിനുവേണ്ടി വിട്ടിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ.
എല്ലാവരും കൂട്ടത്തോടെ നിന്നങ്ങ് പറിക്കുകയാണ് കേട്ടോ. എൻ്റെ മുകളിലൊക്കെ ഒരുപാട് പഴുത്ത് നിൽക്കുന്ന കേട്ടോ. നല്ല പഴാണത്. ആഹാ, അളിയൻ തമ്പിളയും എല്ലാ കൊലയും വലിച്ച് താഴെ ആക്കുകയാണ്. ആ, അടിപൊളി. പാച്ച് കഴിക്കണണ്ടാ? അടിപൊളിയായിട്ട്. പാച്ചേ, നമ്മളങ്ങനെ പറിച്ച റംബൂട്ടാനെല്ലാം കൂടെ ചേച്ചി അനിയനും കൂടെ ഇതിലോട്ട് മാറ്റുകയാണ് കേട്ടോ, ഒരു വലിയ സഞ്ചിയിലോട്ട്. അടുത്ത് വീണ്ടും പോവുകയാണ്. നമ്മളങ്ങനെ അനിയത്തിയുടെ വീട്ടിൽ വന്ന് പറഞ്ഞല്ലോ മഞ്ജു, അവളെ വീട്ടിൽ വന്നിട്ട് റംബൂട്ടാൻ പറിച്ച് ഒരു വട്ടിയിലും പറിച്ച് ഇങ്ങോട്ട് കണ്ടാ, ഇത് കണ്ടാ, ഒരു മാസത്തേക്കുണ്ടല്ലേ മക്കളെ? ബാക്കി കവറിലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ യാത്രയും ബാക്കി കാര്യങ്ങളൊക്കെ നാളെ കാണാം കേട്ടോ.